everyone, എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നീറ്റിൻ്റെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ നീറ്റ് കെമിസ്ട്രി സ്ട്രാറ്റജി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ 650 അബവ് അല്ലെങ്കിൽ 620 അബവ് മാർക്സ് വാങ്ങാം എന്നുള്ളതായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ കമൻറ്റ് കണ്ടു. ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഗാനിക് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അത് സ്കിപ്പ് ചെയ്യാൻ വല്ല സ്കോപ്പ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യല്ലേ, പഠിക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞത്. ബട്ട് സ്റ്റിൽ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഡൗട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്കത് പഠിച്ചിട്ട് പറ്റുന്നില്ല, അതെനിക്ക് കളയാൻ പറ്റുമോ, അത് കളഞ്ഞാലും എനിക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പോൾ ബയോളജിയും ഫിസിക്സും അത്യാവശ്യം നന്നായിട്ട് അറിയാം. എനിക്കിപ്പോൾ ഈ പ്രശ്നമുള്ളത് ഈ ഒരു ടോപ്പിക്കിലാണ്, കെമിസ്ട്രിയിൽ ഇന്ന ടോപ്പിക്കിലാണ് എനിക്ക് പ്രശ്നമുള്ളതെന്നാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ എനിക്കിപ്പം കെമിസ്ട്രിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് മാറ്റി നിർത്തിയാലും നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ടൊരു സ്കോർ കിട്ടും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് അത്ര വലിയ റാങ്ക് ഒന്നും വേണ്ട, പക്ഷേ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എനിക്ക് സീറ്റ് വേണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 620, 630 അല്ലെങ്കിൽ 640 ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമുക്ക് സീറ്റ് കിട്ടാൻ ഒരു 620, 630 മാർക്സ് നമുക്ക് മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്ര ഒരു മാർക്ക് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കാം, എങ്ങനെയാണ് അതെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് 600 അബവ് മാർക്സ് ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞു നമ്മുടെ ബയോളജിയും ഫിസിക്സും സ്ട്രോങ് ആണെങ്കിൽ, ഓക്കെ, ബയോളജിയും ഫിസിക്സും സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ബയോളജിയിൽ 340 പ്ലസ് മാർക്സ് വാങ്ങിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആൻഡ് ഫിസിക്സിലും ഞാനൊരു 130 മാർക്കൊക്കെ വാങ്ങും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പിന്നെ ഒരു 130 കൂടെ മതിയാവും നിങ്ങൾക്ക് ഒരു 620 അല്ലെങ്കിൽ 630 ഒക്കെ അത് എത്തിക്കാനായിട്ട്. ഓക്കെ, ബയോളജി ഒബ്വിയസ്ലി 340 പ്ലസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. കാരണം ബയോളജി അധിക കുട്ടികൾക്കും നീറ്റ് എഴുതാൻ പോകുന്ന അധിക കുട്ടികൾക്കും കുറച്ച് സ്ട്രോങ് പോയിന്റ് ആയിരിക്കും ബയോളജി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എക്സാമിൽ സ്ട്രോങ് പോയിന്റ് ആണെന്ന് വിചാരിച്ചിട്ട് എക്സാമിൽ ആരും പോയി തെറ്റിക്കരുത്. ഒരുപാട് കുട്ടികളെ ടോപ്പേഴ്സ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബയോളജിയിലാണ് മാർക്ക് കുറവെന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ആൻസർ ചെയ്യുക. ഓക്കെ, 340 പ്ലസ് മാർക്സ് എന്തായാലും ബയോളജിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ ഫിസിക്സിലും 130 മാർക്ക് നിങ്ങൾ വാങ്ങിയാൽ കെമിസ്ട്രി 130 വാങ്ങാൻ നിങ്ങൾക്ക് ഏതൊക്കെ ഒഴിവാക്കാം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 മെത്തേഡാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 3 വഴികളാണുള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ 15 MCQs നിങ്ങൾ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ 15 MCQs നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു വേ എന്ന് പറഞ്ഞാൽ 15 MCQs നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, പ്രൊവൈഡഡ് ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 15 MCQs നിങ്ങൾക്ക് അറിയാത്ത MCQs നിങ്ങൾ എഴുതാതിരിക്കുക. ദെൻ 1 പോർഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കുക. ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക് ഉണ്ട്. ഇതിലേതാണ് ഒന്നുകിൽ ഫിസിക്കൽ പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഓർഗാനിക് പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇനോർഗാനിക് പഠിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയും ഇനോർഗാനിക് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ഇനോർഗാനിക് ഒഴിവാക്കാത്തതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനോർഗാനിക് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെ ആയിരിക്കും. ഇനോർഗാനിക് മോസ്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി നമുക്ക് പ്രോബ്ലംസ് ആണുള്ളത്. പ്രോബ്ലംസ് നമുക്ക് ഇന്റർ റിലേറ്റ് ചെയ്തിട്ടും അങ്ങനെ പുറത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഫിസിക്കൽ കെമിസ്ട്രിന്റെ കേസ് എടുത്ത് നോക്കുന്ന സമയത്ത്. ഓൾസോ ഓർഗാനിക് കെമിസ്ട്രി ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിലേതെങ്കിലും ഫിസിക്കൽ ആയിക്കോട്ടെ ഓർഗാനിക് ആയിക്കോട്ടെ ഇതിലേതെങ്കിലും ഒഴിവാക്കാനായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഏതാ ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അത് മാറ്റി നിർത്താം. ക്ലിയർ? ഇനി അതും പറ്റില്ലെങ്കിൽ ചില കുട്ടികൾക്ക് അത് പറ്റില്ല മാം, എനിക്ക് ഓർഗാനിക്കിൽ ഇത്രയും പോർഷൻസ് അറിയാം അല്ലെങ്കിൽ ഫിസിക്കൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ എനിക്കറിയാം, അപ്പോൾ അത് ഒഴിവാക്കണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് മിക്സ്ചർ ഓഫ് ചാപ്റ്റേഴ്സ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആ മിക്സ്ചർ ഓഫ് ചാപ്റ്റേഴ്സ് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ സെലക്ട് ചെയ്ത ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടാനായിട്ട്. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കാനായിരിക്കും ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം തെർമോഡൈനാമിക്സ് എടുക്കുകയാണെങ്കിൽ
ആണെങ്കിൽ. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്നൊക്കെ എപ്പോഴും വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെയും ഒരു പേടി സ്വപ്നമാണ് നമ്മുടെ ഇക്വിലിബ്രിയം ചാപ്റ്റർ. ഇക്വിലിബ്രിയം ചാപ്റ്റർ നീറ്റിൻ്റെ ബേസിസിൽ നോക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് പേടിയാണ്. അപ്പം നെക്സ്റ്റ് ഇക്വിലിബ്രിയം ചാപ്റ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ആൻഡ് ഇനോർഗാനിക്കിലുള്ള ഏറ്റവും വലിയ ചാപ്റ്റർ, പഠിക്കാൻ കൂടുതൽ ടൈം എടുക്കുന്ന ഇനോർഗാനിക്കിലുള്ള ഏറ്റവും വലിയ ചാപ്റ്ററാണ് നമ്മുടെ പി ബ്ലോക്ക് എലമെൻറ്റ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 3 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം ഇത് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസും കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ചാപ്റ്റേഴ്സും എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ക്ലിയർ? യെസ്. ഇവിടെ ഞാൻ ഓർഗാനിക് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, ഓർഗാനിക് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ മുഴുവൻ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഈ ഓർഗാനിക്കിൽ ഇപ്പം ഞാൻ ആൽക്കഹോൾസ് എനിക്ക് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ ഒഴിവാക്കി എന്ന് വെച്ചാൽ നിങ്ങൾ ആ ചാപ്റ്റർ ഒഴിവാക്കുന്നത് കൊണ്ട് യാതൊരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ പഠിച്ച ടോപ്പിക്സിലും നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓർഗാനിക് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത് എല്ലാ ചാപ്റ്റേഴ്സും റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ ഒരു റിയാക്ഷൻ പറയുന്നത്. അപ്പം ആൽക്കഹോളിൽ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓർഗാനിക് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ എല്ലാം ഒഴിവാക്കുക, പഠിക്കുകയാണെങ്കിൽ എല്ലാം പഠിക്കാം. ഓക്കെ, യെസ്. അതുകൊണ്ടാണ് ഞാൻ ഓർഗാനിക് ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ക്ലിയർ? ഇനി ഈ 3 ചാപ്റ്റേഴ്സ് അല്ല, വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായി തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറെ ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രിയും നമ്മുടെ ടോപ്പിക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ലെവലിലായിരിക്കും നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ഇതൊന്നും വിചാരിച്ച് ആരും ഇപ്പോൾ പേടിക്കണ്ട. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ആൻഡ് ആ മാർക്കും സ്കോർ ചെയ്ത് നല്ലൊരു റാങ്ക് വാങ്ങി നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ മാത്രം എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സീറ്റ് കിട്ടിയാൽ മതി എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, സെൽഫ് ഫൈനാൻസിലൊന്നും പഠിക്കേണ്ട, എനിക്ക് ഗവൺമെൻറ് കോളേജിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിച്ചാൽ മതി എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് വേണം, നല്ലൊരു കോളേജിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് ഒന്നും ഒഴിവാക്കാന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് പാടില്ല. നിങ്ങളെല്ലാം പഠിച്ചു പോയിട്ട് ഉഷാറായിട്ട് എക്സാം എഴുതണം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയാലും നമുക്ക് ഈസി ആയിട്ട് 130 കെമിസ്ട്രിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ യെസ്, അത്രയേ ഉള്ളൂ. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ബയോമോളിക്യൂൾസ്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, പോളിമേഴ്സ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒഴിവാക്കുന്ന ഒരു പ്രവണത കുട്ടികളിൽ കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചാപ്റ്റേഴ്സ് ഒക്കെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, വെയിറ്റേജ് കുറവാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് എല്ലാത്തുനിന്നും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്നൊക്കെ വരുന്നത് കണ്ടിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ നിന്നൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ പോകരുത്. അത് എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, എത്ര ഇതിനെല്ലാത്തിനും ഒരേ എന്താണുള്ളത്, ഒരേ വെയിറ്റേജ് ആണുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ആരും ആ കുഞ്ഞു ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാതെ പോകരുത്. കുഞ്ഞു ചാപ്റ്റേഴ്സ് പഠിച്ചാൽ കുറച്ച് മാർക്കേ കുറയുള്ളൂ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പാടില്ല. അതാണ് പറയുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് 4 മാർക്സ് ആണ് കൂടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളെ മൈൻഡിൽ വേണം. അതുകൊണ്ട് തന്നെ ആ ചെറിയ ചാപ്റ്റേഴ്സ് ഒന്നും ഒരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. കാരണം ചെറിയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് അതിന് മാർക്സ് സ്കോർ ചെയ്യാനും സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് വെച്ച് നിങ്ങൾക്ക് ഏതാണോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മാറ്റി നിർത്തുക. ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ആൻഡ് ബയോളജി, ഫിസിക്സ് ഓൾസോ പക്കായിട്ട് വെക്കുക. ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന കെമിസ്ട്രി ടോപ്പിക്സ് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ച് നല്ലോണം റിവൈസ് ചെയ്തിട്ട് പഠിച്ച ടോപ്പിക്കിൽ നിന്ന് മുഴുവൻ നിങ്ങൾ സ്കോർ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, യെസ്. ആൻഡ് യെസ്, അത്രയേ ഉള്ളൂ. ആൻഡ് ഓർഗാനിക് ഒരിക്കലും നിങ്ങൾ ഇടയിൽ നിന്ന് ഒഴിവാക്കരുത്. ഒഴിവാക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് ഒഴിവാക്കുക. ക്ലിയർ? ഇടയിൽ നിന്ന് ഒഴിവാക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓർഗാനിക്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഷൻ. ഇത് ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് നീറ്റിൻ്റെയും കീമിൻ്റെയും എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ നോട്ട്സും മൈൻഡ് മാപ്സും എല്ലാം ഇടുന്നതായിരിക്കും. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഒക്കെ നമ്മൾ അവിടെ ഇടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ഡു ലൈക്ക് ദ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ